ഹലോ കൂട്ടുകാരെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗുലാബ് ജാമാണ്. അപ്പോൾ അതിനാവശ്യം ബ്രെഡും പാലും കൂടാതെ പഞ്ചസാരയാണ്. അപ്പോൾ നമ്മൾ ബ്രെഡിൻ്റെ ചുറ്റുമുള്ള ഭാഗമെല്ലാം കളഞ്ഞതിന് ശേഷം മിക്സിയിലൊന്ന് ചെറുതാക്കി നല്ല അടിച്ചു കൊടുക്കുക. അതിന് ശേഷം ആ പൊടി നമുക്ക് കിട്ടിയതിന് ശേഷം നമ്മളത് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യണം. സെർവ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് പുട്ടിനൊക്കെ കുഴയ്ക്കുന്ന രീതിയിലൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കുഴയ്ക്കുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് പാലാണ്. ഈ പാല് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് കുഴച്ച് കൊടുക്കാം. കുഴച്ച് കൊടുക്കുമ്പം പാല് അധികം ആവാൻ സൂക്ഷിക്കണം. അധികമായി നമ്മുടെ ഉരുളകളൊക്കെ വിള്ളലുകൾ വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ നല്ലപോലെ കുഴച്ചെടുത്തതിന് ശേഷം നല്ല ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കുക. ഉരുളകളാക്കി എടുക്കുമ്പോൾ 2 കൈ കൊണ്ട് നല്ല നല്ല മാക്സിമം ഉരുളകളാക്കണം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 3-5 ആക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ഏകദേശം ഉരുളകളാക്കി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളിതിന് വറുത്തെടുക്കുകയാണ് വേണ്ടത്. അപ്പം നമ്മൾ സ്റ്റൗ ഓണാക്കി അതിലേക്കൊരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായതിനു ശേഷം നമ്മൾ ഈ പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ച ആ ഒരു ബോളുകൾ നമ്മൾ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊരു മീഡിയം സ്റ്റൗ ഒരു മീഡിയത്തിൽ വേണം കൊടുക്കാൻ. ഇല്ലെങ്കിൽ പുറം കരിഞ്ഞു വിരിക്കും, ഉള്ളു വേവുകയില്ല. അപ്പം ഒരു ബ്രൗണിഷ് കളർ ആവുന്നതോടെ വരെ വേണം ഇത് ചെയ്ത് കൊടുക്കാൻ. അപ്പം അത് ഏകദേശം ഒരു ബ്രൗണിഷ് കളറായിട്ടുണ്ട്. അപ്പം നമ്മളത് കോരി വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് വെക്കുകയാണ്. അത് കഴിയുമ്പോഴേക്കും നമുക്ക് ആവശ്യം ഇതിൽ രണ്ടാമത്തെ കാര്യം ഷുഗർ സിറപ്പാണ്. ഷുഗർ സിറപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഷുഗർ ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ കുറച്ച് എടുക്കുന്നുള്ളൂ, കാരണം ഞാൻ അത്ര പോലെ ആക്കിയിട്ടുള്ളൂ. അപ്പം പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിന് ആവശ്യമായ വെള്ളം ഇട്ട് കൊടുക്കുക. നമ്മൾ എത്രത്തോളം പഞ്ചസാര എടുക്കുന്നോ അത്രത്തോളം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു സ്മെല്ലിന് വേണ്ടി ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബോളിലേക്ക് ഈ ഷുഗർ സിറപ്പ് നന്നാക്കി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഈ ഷുഗർ സിറപ്പ് ഈ ബോളിലേക്ക് ഒന്ന് ഇറങ്ങി ചെന്നാൽ ആ മധുരം ഒന്ന് കിട്ടുകയുള്ളൂ. അപ്പോൾ ഒരു 30 മിനിറ്റ് വെക്കുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ പറയുന്നത്. കാരണം ഞാൻ വെക്കുമ്പോൾ 30 മിനിറ്റൊക്കെ വെക്കാറുണ്ട്. അപ്പം നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. അപ്പം എനിക്കൊരുപാട് ഇഷ്ടമായി. അപ്പം നിങ്ങൾക്ക് കൂടെ പങ്കുവെക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ.